കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന നമുക്ക് ഇന്ന് സന്ദേശമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ഈശോ താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, അങ്ങനെ കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം ഈശോ ഇരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയുവാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അന്ന് സിനഗോഗിലുണ്ടായിരുന്ന ജനങ്ങൾ നമ്മുടെ കർത്താവ് വായിച്ച ആ വചനഭാഗം കേട്ടതുപോലെ നമ്മളെല്ലാവരും ഇന്ന് കർത്താവിൻ്റെ ഈ വചനം വീണ്ടും ശ്രവിച്ചിരിക്കുകയാണ്. ഇന്ന് ഈ സായാഹ്നത്തിൽ വിമോചകനായ കർത്താവിനെ കുറിച്ച്, പ്രത്യേകിച്ച് ബന്ധിതർക്ക് മോചകനായ കർത്താവിനെ കുറിച്ച് ഏതാനും ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും നമ്മുടെ കർത്താവിനെ ഏറ്റുപറയുന്നത് നമ്മുടെ രക്ഷകനും നാഥനുമായ ഈശോ എന്നാണ്. നമ്മളെല്ലാവരും ഈശോയെക്കുറിച്ച് ഏറ്റുപറയുന്നത്. നമ്മുടെ മാമോദീസായുടെ അവസരത്തിൽ നമ്മുടെ പള്ളിയുടെ വാതിൽക്ക് കുഞ്ഞിനെ കൊണ്ടുവന്ന് നിർത്തി കഴിയുമ്പോൾ അവിടെ വൈദികൻ ആ കർമ്മത്തിൻ്റെ ആരംഭഭാഗത്ത് ആ കുഞ്ഞിനോട് അല്ലെ തലതൊട്ടപ്പനോടും തലതൊട്ടമ്മയോടും ചോദിക്കുന്ന ഏതാനും ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ് അവിടെ ചോദിക്കുക. ഒന്നാമത്തെ ചോദ്യം: പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ എന്നാണ്. ഉടനെ അതിനുത്തരമായി നമ്മൾ എന്ത് പറയും? ആ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ആ കുഞ്ഞിനു വേണ്ടി ഏറ്റുപറയും: ഞാൻ ഉപേക്ഷിക്കുന്നു. വീണ്ടും വൈദികൻ ചോദിക്കും: പാപവും പാപമാർഗങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? ഇപ്പോഴെന്ത് പറയും? എന്താ പറയുക? ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. ആ കുഞ്ഞിന് വേണ്ടി തലതൊട്ടപ്പനും തലതൊട്ടമ്മ ഏറ്റുപറയുകയാണ്: ഞാൻ ഉപേക്ഷിക്കുന്നു. ഇന്ന് വാസ്തവത്തിൽ മുതിർന്നവരുടെ മാമോദീസായുടെ ആ അർത്ഥം തന്നെയാണ് ഏറ്റുപറയും. ഞാൻ ഉപേക്ഷിക്കുന്നുവെന്ന് കർത്താവിനോട് പറയുകയാണ്, ബോധപൂർവം ഏറ്റുപറയുകയാണ്. പിശാചിനെ അവൻ്റെ ആഡംബരങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നു, പാപവും പാപമാർഗങ്ങളും ഞാൻ ഉപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന വൈദികനോട് ആ അർത്ഥി മാമോദീസാർത്ഥി ഏറ്റുപറയുന്ന ഉത്തരമാണത്. ഈ 2 ചോദ്യങ്ങൾക്ക് ശേഷമാണ് 3-ാമത്തെ ചോദ്യം വരുന്നത്. അവിടെ വൈദികൻ ചോദിക്കും: യേശുവിനെ നിന്റെ രക്ഷകനും നാഥനുമായി നീ സ്വീകരിക്കുന്നുവോ? അപ്പോൾ നമ്മൾ എന്ത് പറയും? ഞാൻ സ്വീകരിക്കുന്നു. ആ അർത്ഥി മാമോദീസാർത്ഥി ഏറ്റുപറയുകയാണ്: എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി യേശുവിനെ ഞാൻ സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യ പടികൾ ചവിട്ടിയത് ഈ ഉത്തരത്തോടു കൂടിയാണ്: യേശുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി ഞാൻ സ്വീകരിക്കുന്നു. ഏറ്റുപറഞ്ഞവരാണ് നമ്മൾ. പക്ഷെ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഈ അവസരത്തിൽ
നമ്മൾ ചിന്തിക്കണം, നമ്മൾ എത്ര പേര് ബോധപൂർവം ഈ ഉത്തരം നൽകിയിട്ടുണ്ട്. നമ്മൾ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും മാമോദീസ സ്വീകരിക്കുന്ന അവസരത്തിൽ ഈ ചോദ്യം ഞാൻ ചോദിക്കാറുണ്ട്, എല്ലാ വൈദികരും ചോദിക്കാറുണ്ട്. പക്ഷെ അവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, പലപ്പോഴും ഈ ചോദ്യം പൂർണ്ണമായിട്ട് ഉത്തരം നൽകാറില്ല. ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഏറ്റു പറയുന്നതല്ലാതെ ചിലപ്പോൾ ബോധപൂർവം ബോധ്യത്തോടു കൂടി വളരെ ചുരുക്കം പേര് മാത്രമേ ഏറ്റു പറയാറുള്ളൂ. പക്ഷേ ഇന്ന് ഈ രാത്രിയിൽ അത് ബോധപൂർവം ഏറ്റു പറയാൻ നമുക്ക് സാധിക്കണം. കാരണം ഇത് വിമോചനത്തിൻ്റെ രാത്രിയാണ്. നമ്മുടെ കർത്താവിൻ്റെ വിമോചനത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിൽ ഇത് ബോധപൂർവം ഏറ്റുപറയുന്നവർക്ക് മാത്രമേ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ ബോധപൂർവം ആ 3 ചോദ്യങ്ങൾ ഏറ്റുപറയാൻ പോവുകയാണ്. അത് പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്ക് ഓരോരുത്തർക്കും മാത്രമല്ല, ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന ലോകത്തിൽ എവിടെ ഇരിക്കുന്നവരാണെങ്കിലും ആ 3 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയണം. ഞാൻ നിങ്ങളോട് ആ 3 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ ബോധപൂർവം ഉറച്ച സ്വരത്തിൽ അത് ഏറ്റുപറയണം. ഒന്നാമത്തെ ചോദ്യം, പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? ഒന്നുകൂടെ ഉറച്ച സ്വരത്തിൽ നമുക്ക് പറയാൻ സാധിക്കണം. വലതുകരം നീട്ടി നമുക്ക് പറയാം, പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? രണ്ടാമത്തെ ചോദ്യം, കർത്താവിൻ്റെ നാമത്തിൽ, സഭയുടെ നാമത്തിൽ വൈദികൻ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം, പാപവും പാപമാർഗങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? ബോധപൂർവം നമ്മൾ ഏറ്റുപറയുകയാണ്. നമ്മൾ ഓർക്കണം, മാമോദീസയുടെ അവസരത്തിൽ നമുക്കാർക്കും ബോധമില്ലായിരുന്നു, നമുക്കറിയാം അല്ലേ? ആരെങ്കിലും ബോധത്തോടുകൂടി ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും തൻ്റെ ജീവിതം മാമോദീസയുടെ അവസരത്തിൽ ബോധപൂർവ്വം ഉത്തരം പറയാൻ നമുക്ക് ആർക്കും സാധിച്ചിട്ട്? പക്ഷെ ഇത് കർത്താവ് നൽകുന്ന ഒരു അവസരമാണ്. മൂന്നാമത്തെ ചോദ്യം, യേശുവിനെ നിന്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി നീ സ്വീകരിക്കുന്നുവോ? കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാരണം ഇന്ന് കർത്താവ് സന്തോഷിക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ നാഥനും രക്ഷകനുമായി യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ യേശുവിൻ്റെ സ്വന്തമായി തീരുന്നു. നമ്മൾ ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്, യേശുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും, ക്രിസ്തു ശിഷ്യനായ നമ്മൾ ഓരോരുത്തരും. പക്ഷേ നമ്മൾ ഈ കാര്യത്തിൽ എന്തുമാത്രം ബോധ്യപ്പെട്ടിട്ടുണ്ട്? ഞാൻ യേശുവിൻ്റെ സ്വന്തമാണെന്ന് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ 12-ാമത്തെ വചനത്തിൽ പറയുകയാണ്, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. വിശുദ്ധ പൗലോസ് ഏറ്റു പറയുകയാണ്, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. കാരണം ഇതൊരു ആത്മബന്ധമാണ്. ഈശോ നമ്മളെ സ്വന്തമാക്കുന്നു, നമ്മൾ യേശുവിനെ സ്വന്തമാക്കുന്നു. പൗലോസ് ശ്ലീഹായുടെ ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ, ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തെ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മളാണ് ഭാഗ്യവാന്മാർ. എന്നാൽ എനിക്ക് ശരീരത്തിലും പ്രത്യാശ വയ്ക്കുവാൻ കഴിയും. ശരീരത്തിൽ പ്രത്യാശയുണ്ടെന്ന് വിചാരിക്കുന്ന ആരെയേക്കാൾ കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട്. കാരണം 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരിസയൻ, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം യേശു ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. പൗലോസ് പറയുകയാണ്, എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ഞാൻ നഷ്ടമായി കണക്കാക്കി. എന്തിനു വേണ്ടിയാണ്? അടുത്ത വചനത്തെ പറയുന്നു, ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. കണ്ടോ, യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതിൻ്റെ വില വലുതായതുകൊണ്ട് ഞാൻ നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ എനിക്ക് നഷ്ടമായി തീർന്ന ഇവയെല്ലാം നഷ്ടമായി തന്നെ ഞാൻ കണക്കാക്കി. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുക പോലും ഇല്ല. വീണ്ടും പറയുന്നു,
അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്യുന്നു. എനിക്ക് ലാഭമായിരുന്ന ഈ കാര്യങ്ങളെല്ലാം, ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് പറയുകയാണ്. എനിക്ക് ലാഭമായിരുന്ന ജന്മസിദ്ധമായി ലഭിച്ച അവകാശങ്ങൾ, സ്ഥാനമാനങ്ങൾ, എൻ്റെ സമൂഹത്തിനുണ്ടായിരുന്ന അംഗീകാരങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ, വംശ നേട്ടങ്ങൾ, ഇതെല്ലാം പൗലോസ് ഏറ്റു പറയുന്നുണ്ട്. കാരണം ജന്മസിദ്ധമായ യഹൂദനായിരുന്ന അദ്ദേഹം 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവൻ, ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടവൻ, അതോടൊപ്പം തന്നെ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ, തീഷ്ണതയുള്ള യഹൂദൻ, അങ്ങനെ ഓരോ തരത്തിലും ഓരോ ഗുണങ്ങളും പ്രത്യേകതകളുമുള്ള അവകാശങ്ങളും അനുഗ്രഹങ്ങളുമുള്ള വ്യക്തിയായിരുന്നു പൗലോസ്. പക്ഷേ ഈ അനുഗ്രഹങ്ങളെല്ലാം, അല്ലെങ്കിൽ ഈ സ്ഥാനമാനങ്ങളെല്ലാം, ഈ അവകാശങ്ങളെല്ലാം യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടി അവൻ നഷ്ടമായി വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയാണ്. വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്ന പൗലോസിൻ്റെ മനോഭാവം. അതുകൊണ്ടാണ് പറയുക, ഇവയെല്ലാം ഞാൻ നഷ്ടമായി കണക്കാക്കുന്നു. കാരണം വിലയില്ലാത്തതായിട്ട് കരുതുകയാണ്, ഉച്ഛിഷ്ടം പോലെ ഞാൻ കരുതുകയാണ്. എന്നിട്ട് പൗലോസ് പറയുന്നു, ഇവയെല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ കരുതുന്നു. ഇത് യേശു ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയാണ്. അപ്പൊ പൗലോസ് ശ്ലീഹ തനിക്ക് സ്വന്തമായിരുന്നവയും തനിക്ക് അവകാശമായിരുന്നവയും എല്ലാം നഷ്ടപ്പെടുത്തുവാൻ തയ്യാറായത് യേശു ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടി ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ജീവിതം. ക്രിസ്തു ശിഷ്യനായ നമ്മുടെ ജീവിതത്തിലും ഇതേ അനുഭവമുണ്ട്. ഇവിടെ ഇരിക്കുന്നവരായ നിങ്ങൾ ഓരോരുത്തരും, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരായ നിങ്ങൾ ഓരോരുത്തരും യേശുവിൻ്റെ ശിഷ്യരാണ്. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ യേശുവിൽ വിശ്വസിക്കുന്നവരും യേശുവിൻ്റെ ശിഷ്യരായി തീർന്നവരും ശിഷ്യത്വത്തിൽ തന്നെ യേശുവിൻ്റെ ഏറ്റവും സ്വന്തമായി തീർന്ന സമർപ്പിതരും എല്ലാം യേശുവിൻ്റെ സ്വന്തമാണ്. പക്ഷെ നമ്മൾ ഓർക്കണം, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ നമ്മൾ നേടുന്നത് വെറുതെയല്ല. വെറുതെ ആർക്കും യേശു ക്രിസ്തുവിനെ നേടുവാൻ സാധിക്കില്ല. യേശു ക്രിസ്തുവിനെ നേടണമെങ്കിൽ വില കൊടുക്കണം. കാരണം വില കൊടുക്കാതെ ആർക്കും യേശുവിനെ സ്വന്തമാക്കുവാൻ സാധിക്കുകയില്ല. ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാതെ ആർക്കും യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ സാധിക്കുകയില്ല. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം. അപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് അളന്നു നോക്കുക, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ യേശുവിനെ നേടുന്നതിന് വേണ്ടി ഉപേക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഉപേക്ഷിക്കേണ്ടി വരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ ഉപേക്ഷയുടെ തലമുണ്ട്. യേശുവിനെ വെറുതെ നമുക്ക് നേടാൻ സാധിക്കില്ല. കാരണം കർത്താവിനെ സ്വന്തമാക്കണമെങ്കിൽ നമുക്ക് സ്വന്തമായിരുന്ന പലതും ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. നമുക്ക് അവകാശമായിരുന്ന പലതും നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. എൻ്റെ ജീവിതത്തിൽ സ്വന്തമായി അല്ലെ സന്തോഷത്തോടെ ഞാൻ സൂക്ഷിച്ചിരുന്ന പലതും ഉപേക്ഷിക്കാൻ തയ്യാറാകണം. എങ്കിലേ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതാണ് പൗലോസ് പറയുന്നത്. വീണ്ടും പറയുന്നു, എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്, പിന്നെയോ ക്രിസ്തുവിലൂടെയുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. എന്നിട്ട് വീണ്ടും പൗലോസ് പറയുന്നു, ഞാൻ യേശുവിനെ സ്വന്തമാക്കാനുള്ള എൻ്റെ പ്രയാണത്തിൽ എന്താ എനിക്ക് സംഭവിക്കുന്നതെന്ന്. ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യേശുവിനെ സ്വന്തമാക്കുന്ന ഒരു ജീവിതമാണ്. യേശുവിനെ പൂർണ്ണമായും സ്വന്തമാക്കുന്നതിലൂടെ ഒരാള് ക്രിസ്തുവിൻ്റെ പൂർണ്ണ ശിഷ്യനായിട്ട് തീരുന്നു. കാരണം ഇതൊരു പ്രയാണമാണ്. നമ്മൾ പറയും, ഇന്നത്തെ കാലഘട്ടത്തിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പണ്ട് നമ്മൾ പറഞ്ഞു ഐ ആം എ ക്രിസ്ത്യൻ എന്നാണ് പറഞ്ഞിരുന്നത്. എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയും. നമ്മൾ ഐ ആം എ ക്രിസ്ത്യൻ എന്ന് പറയും. അപ്പം അത് പറഞ്ഞിരുന്നൊരു കാലമുണ്ട്. പക്ഷെ ഇന്ന് പറയുന്നത് ഐ ആം ബിക്കമിങ് ക്രിസ്ത്യൻ എന്നാണ്. ഞാൻ ആയിത്തീരുകയാണ്, ക്രിസ്ത്യാനി ആയിത്തീർന്നു കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ക്രിസ്തീയ ജീവിതം നമ്മൾ ആരംഭിച്ചു, പക്ഷെ അത് പൂർണ്ണതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു പ്രയാണമാണ്. മാമോദീസായി നമ്മളിത് ആരംഭിക്കുന്നു.
ക്രിസ്തീയ ജീവിതം ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും ഈ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചവരാണ്. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിലൂടെ തുടർന്നു കൊണ്ടിരിക്കുന്നു. കണ്ടോ, മുന്നോട്ട് ഗമിക്കുകയാണ്, നമ്മൾ പ്രയാണം ചെയ്യുകയാണ്. അപ്പം യേശുവിനെ സ്വന്തമാക്കി നമ്മൾ വളരുന്നു. സാവധാനം സാവധാനം യേശുവിനെ സ്വന്തമാക്കി നമ്മൾ വളരുന്നു. ഇതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇതൊരു വളരുന്ന യാഥാർത്ഥ്യമാണ്. ഈ അവസരത്തിൽ പൗലോസിൻ്റെ ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയവരും സ്വന്തമാക്കുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും. സ്വന്തമാക്കിയെന്ന് ഒരർത്ഥത്തിൽ നമുക്ക് പറയാം, മറ്റൊരർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ വില കൊടുക്കണം. അതാണ് പൗലോസ് പറയുന്നത്. അവസാനമായിട്ട് പൗലോസ് പറയുന്നു, ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പൂർണ്ണമായും യേശുവിനെ സ്വന്തമാക്കിയെന്ന് അർത്ഥമില്ല, മറിച്ച് ഞാൻ അതിനു വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, യേശുവിനെ സ്വന്തമാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക പൂർണ്ണമായ അർത്ഥത്തിൽ. എന്നാൽ പൗലോസ് പറയുന്നു, എന്നാൽ യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കും. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മറ്റൊരു തലം. ഇപ്പോൾ പൗലോസിൻ്റെ ഈ വചനത്തിൻ്റെ അർത്ഥമറിയാൻ നമ്മൾ ഓർക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ ഈശോ 2 ചെറിയ ഉപമകൾ പറയുന്നുണ്ട്. 13-ാം അധ്യായം 44 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് 2 ചെറിയ ഉപമകളാണ് പറയുന്നത്. സ്വർഗരാജ്യം സ്വന്തമാക്കുന്നതിനെ കുറിച്ച് ഈശോ പറഞ്ഞിരിക്കുന്ന 2 ഉപമകളാണത്. ആ ഉപമകളിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക. ഈശോ പറയുന്നു, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ്. സ്വർഗരാജ്യം എന്തിനു തുല്യമാണ്? വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ്. എന്നിട്ട് ഈശോ പറയുകയാണ്, അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളവയെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. ആരാണ് വയൽ? ഇത് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ സ്വന്തമാക്കുന്നത് ആരാണ്? ആ നിധി കണ്ടെത്തിയ മനുഷ്യനാണ്. അപ്പൊ സ്വർഗരാജ്യം സ്വന്തമാക്കുന്നവനെ ഈശോ ഉപമിക്കുന്നത് നിധി കണ്ടെത്തിയ മനുഷ്യന് തുല്യനാണ്. ആ നിധി സ്വന്തമാക്കാൻ വേണ്ടി അവൻ തനിക്കുള്ളവയെല്ലാം വിൽക്കുവാൻ തയ്യാറാകുന്നു. തനിക്കുള്ളവയെല്ലാം. ആ നിധിയുടെ വില അത്രമാത്രം വലുതാണെന്ന് അവന് ബോധ്യമുള്ളത് കൊണ്ടാണ് അവൻ തനിക്കുള്ളതെല്ലാം വിൽക്കുവാൻ തയ്യാറാകുന്നത്. നമ്മൾ ചിന്തിക്കണം, ഈ മനുഷ്യൻ, നിധി കണ്ടെത്തിയ മനുഷ്യൻ ഈ കാര്യം വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അവരാരെങ്കിലും വിശ്വസിക്കുമോ? ഈ നമ്മുടെ കുടുംബത്തിൻ്റെ നാഥനാണല്ലേ, അപ്പച്ചനാണ് ഈ നിധി കണ്ടെത്തിയതെങ്കിൽ, നിധി കണ്ടെത്തി കഴിഞ്ഞ് സായാഹ്നത്തിന് വീട്ടിൽ വന്നു കഴിഞ്ഞ് ഈ വസ്തുക്കളെല്ലാം വിറ്റ് നിധി വാങ്ങാനുള്ള കാര്യങ്ങൾ വീട്ടിൽ ആലോചിക്കുമ്പോൾ ആളുകൾ പറയും അവന് വട്ടാണെന്ന് പറയും, അവന് ബോധമില്ലെന്ന് പറയും, അവന് എവിടെയോ ബോധം നഷ്ടപ്പെട്ടുവെന്ന് പറയും. കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടുവെന്നേ സാധാരണക്കാർ പറയുള്ളൂ. കാരണം ഒരു വയൽ വാങ്ങാൻ വേണ്ടി തൻ്റെ വീടും പറമ്പും വസ്തുക്കളും എല്ലാം വിൽക്കാൻ തയ്യാറാകുന്നൊരു ഭോഷനായ മനുഷ്യനായിട്ട് ആ മകനെ ചിലപ്പോൾ ചിത്രീകരിക്കും. ഇത് ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഇത് തന്നെയാണ് ഇന്ന് സംഭവിക്കുക. പക്ഷേ ആ നിധി കണ്ടെത്തിയ മനുഷ്യനെ സംബന്ധിച്ച് താൻ വിൽക്കുന്ന വയലുകളും വസ്തുക്കളും ഭവനവും ഒന്നും നഷ്ടമല്ല. കാരണം അതിനേക്കാൾ എല്ലാം വിലയുള്ളതാണ് താൻ കണ്ടെത്തിയ നിധി. അതുകൊണ്ട് ഇതാണ് കർത്താവ് പറയുന്നത്. അപ്പം ആ നിധി കണ്ടെത്തുന്നവന് മാത്രമേ, അതിൻ്റെ വിലയറിയുന്നവന് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? അതിനുവേണ്ടി എന്തും സഹിക്കാനും എന്തും ത്യജിക്കാനും എന്തും കൊടുക്കാനും തയ്യാറാവുകയുള്ളൂ. ഇതാണ് അതിൻ്റെ പ്രശ്നം. ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിലയറിയാത്തവനെ സംബന്ധിച്ച് ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ത്യാഗങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ വില അറിയാൻ പാടില്ല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. സ്പെയിനിൽ വെച്ച് നടത്തിയ അന്താരാഷ്ട്ര യുവജന സമ്മേളനത്തെ പരിശുദ്ധ പിതാവ് പറഞ്ഞു, ഇന്നത്തെ ആ ജനത്തിൻ്റെ അല്ലെങ്കിൽ യുവതലമുറയുടെയൊക്കെ പ്രശ്നം നിത്യതയെക്കുറിച്ചുള്ള ബോധ്യമില്ല, നിത്യജീവിതത്തിൻ്റെ വിലയെക്കുറിച്ചുള്ള അറിവില്ല. അതുകൊണ്ട് എന്താ, ഈ ലോകത്തിൻ്റെ കാര്യങ്ങളനുസരിച്ച് എല്ലാവരും ജീവിക്കുക. ഒരു സ്പിരിച്വൽ ഡിമെൻഷ്യ ബാധിച്ചിരിക്കുന്നെന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്.
ഒരു ആത്മീയമായ അന്ധത ബാധിച്ചിരിക്കുന്നു, ശുഷ്കത ബാധിച്ചിരിക്കുന്നു, അറിവില്ലായ്മയാണ്. അതുകൊണ്ടെന്താ? നിത്യതയെക്കുറിച്ച് ബോധ്യമില്ല, നിത്യജീവിതത്തെക്കുറിച്ച് അറിവില്ല, നിത്യജീവിതത്തിൻ്റെ വിലയെക്കുറിച്ച് ബോധ്യമില്ല. അതുകൊണ്ടെന്താ? ഈ ലോക ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുള്ള ഒരു ജീവിതം നയിക്കുന്ന മനുഷ്യർ, അനേക മനുഷ്യർ അങ്ങനെയുള്ള ജീവിതം നയിക്കുകയാണ്. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്ന സ്വർഗരാജ്യത്തിൻ്റെ വില അറിയണം. നിത്യജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകുമ്പോൾ അതിൻ്റെ വില നമ്മൾ എങ്കിൽ മാത്രമേ നിത്യജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കാൻ തയ്യാറാവുകയുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് സാധിക്കില്ല. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൻ്റെയും പ്രശ്നം ഇതാണ്. നിത്യജീവിതത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ, അല്ലെങ്കിൽ നിത്യജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കേണ്ടവരാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും. ആ നിത്യജീവിതത്തിൻ്റെ വിലയറിഞ്ഞവരാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും. ആ വിലയറിഞ്ഞ് അറിയും തോറും നമുക്കതിനു വേണ്ടി എന്തും ത്യജിക്കാനും എന്തും സഹിക്കാനും എന്തുപേക്ഷിക്കാനും നമ്മൾ തയ്യാറാകും. പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. ജർമ്മൻ ചിന്തകനായ ഡീട്രിക് ബൊനോഫർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്ന പുസ്തകം ഒരു പ്രോട്ടസ്റ്റന്റ് പാസ്റ്ററാണ്, തിയോളജിയനാണ് എഴുതിയിരിക്കുന്നത്. ഡീട്രിക് ബൊനോഫർ എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ വലിയൊരു ആത്മകഥയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു പുസ്തകമാണത്. ശിഷ്യത്വത്തിൻ്റെ വിലയെന്നാണ് അതിൻ്റെ പേര്, ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തിൻ്റെ വില. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനിയിലെ ഹിറ്റ്ലറിൻ്റെ ഭരണകാലത്ത് നടന്ന ഒരു സംഭവമാണത്. ഇപ്പം ഹിറ്റ്ലറിൻ്റെ ഭരണകാലത്ത് അനേകം വിശ്വാസികൾ, അനേകം വൈദികരും ദൈവശാസ്ത്രന്മാരും ജയിലിലടയ്ക്കപ്പെട്ടു. ഹിറ്റ്ലറിൻ്റെ ഭരണത്തെ എതിർത്തവരെയെല്ലാം ജയിലിലടച്ചു അദ്ദേഹം. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലാണ്, വലിയ ജയിലുകളായിരുന്നു, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലാണ് അവരെ അടച്ചത്. അനേകായിരം ജനങ്ങൾ അവിടെ കൊല്ലപ്പെട്ടു എന്ന് നമുക്കറിയാം. സഹിച്ചു മരിച്ചവര്, രോഗം വന്ന് മരിച്ചവര്, പീഡിപ്പിച്ച് മരിച്ചവര്, അങ്ങനെ അനേകര് മരിച്ചു വീണു അവിടെ. ഈ ഡീട്രിക് ബൊനോഫറും പള്ളിയിൽ ഒരു ഹിറ്റ്ലറിനെതിരെ പ്രസംഗിച്ചതിൻ്റെ പേരിൽ ജയിലിൽ അടയ്ക്കപ്പെടുകയാണ്. ഹിറ്റ്ലറിനെതിരെ നിന്നതിൻ്റെ പേരിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട മനുഷ്യൻ. പക്ഷെ ഇദ്ദേഹം ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ജനങ്ങൾ തടവ് പുള്ളികളെ അവിടെ കാണുകയാണ്. തടവിൽ അടക്കപ്പെട്ട മനുഷ്യരെ അവിടെ കണ്ടു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഈ ഇന്റർവെൽ സമയത്ത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ തന്നോടുകൂടി ജോലി ചെയ്യുന്ന ഇദ്ദേഹം ഒരു ചിന്തകനായ മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം മറ്റുള്ളവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഈ ജയിലിൽ വന്നത്? അങ്ങനെ ഓരോരുത്തരോടും കിട്ടുന്ന സമയത്ത് സംസാരിക്കാൻ തുടങ്ങി. ചെറുപ്പക്കാരും മുതിർന്നവരും വൈദികരും അങ്ങനെ സഭയിലും സമൂഹത്തിലും അംഗീകരിക്കപ്പെട്ട വ്യക്തികളും ഒക്കെ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുക. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ അനേകരിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച ഉത്തരമാണ് ഈ പുസ്തകം എഴുതുവാൻ ഡീട്രിക് ബൊനോഫറിനെ പിന്നീട് പ്രേരിപ്പിച്ചത്. അപ്പം അവിടെ ചെറുപ്പക്കാർ പലരും പറഞ്ഞു, അല്ലെ വൈദികർ ചിലർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരുപക്ഷെ ഈ ജയിലിൽ നിന്ന് മോചനം നേടാം. ഹൈ ഹിറ്റ്ലർ എന്ന് പറയുന്നതിന് പകരം ഹൈ ജീസസ് എന്ന് പറയുവാൻ ഞങ്ങൾ ധൈര്യം കാണിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ ജയിലിൽ വരേണ്ടി വന്നത്. ഹൈ ജീസസ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നതിനാണ് ഞങ്ങൾ വില കൊടുക്കുന്നത് എന്നവർ പറയുക. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. ഹൈ ജീസസ് എന്ന് പറയുന്നതിന് പകരം ഹൈ ഹിറ്റ്ലർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഈ ജയിൽവാസം വേണ്ടി വരില്ലായിരുന്നു. ദാനിയേലിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തെ നമ്മൾ വായിക്കുന്നു. നബൂഖദ്നേസർ രാജാവ് ഒരു സ്വർണ്ണബിംബമുണ്ടാക്കി അതിനെ ആരാധിക്കാൻ പറയുന്നു. ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന യഹൂദരെ സംബന്ധിച്ച് വിഗ്രഹങ്ങളെ ആരാധിക്കുക അസാധ്യമായിരുന്നു, അവരെ സംബന്ധിച്ച് നിഷിദ്ധമായിരുന്നു. അതുകൊണ്ട് ആ 3 യുവാക്കളോട് മറ്റുള്ളവരാണ് വന്ന് ഒറ്റിക്കൊടുക്കുന്നത്. ഇതാ നിന്റെ രാജ്യത്തെപ്പെട്ട 3 യുവാക്കള് നീ ഉണ്ടാക്കിയ ബിംബത്തെ ആരാധിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞു. 3 യഹൂദ യുവാക്കളായിരുന്നു അവര്. മാത്രമല്ല അവർ നേതാക്കന്മാരുമായിരുന്നു. മറ്റുള്ളവരുടെ അസൂയ കൊണ്ട് അവർ വന്നത് പറഞ്ഞതാണ്, ഒറ്റിക്കൊടുക്കുകയാണ് വാസ്തവത്തിൽ, ഒറ്റിക്കൊടുക്കുന്ന അനുഭവം. അപ്പോഴാണ് നബൂഖദ്നേസർ രാജാവ് ദേഷ്യം പൂണ്ട് അവരെ പിടിച്ചുകൊണ്ട് വരാൻ പറയുന്നു. കൽദായക്കാരായ അവരെ പിടിച്ചുകൊണ്ട് വരാൻ പറയും. അങ്ങനെ പിടിച്ചുകൊണ്ടുവന്ന് രാജസന്നിധി കൊണ്ടുവന്ന് ഉടനെ രാജാവ് കൽപ്പിക്കുകയാണ്, ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സ്വർണ്ണബിംബത്തെ നിങ്ങൾ ആരാധിക്കയില്ലെന്ന് ഞാൻ കേട്ടു, അത് ശരിയാണോ?
ഉടനെ അവർ പറഞ്ഞു, ശരിയാണ്, ഞങ്ങൾ ആരാധിക്കില്ല. ഏക സത്യ ദൈവത്തെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, അല്ലാതെ ഒരു വസ്തുവിനെയും ഞങ്ങൾ ആരാധിക്കില്ല എന്ന് അവർ തീർത്ത് പറയുകയാണ്. രാജാവിന് ദേഷ്യം വന്നു, അതീവ കോപം കൊണ്ട് രാജാവ് പറഞ്ഞു, നിങ്ങളെ ഞാൻ തീയിലെറിഞ്ഞു കളയുമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെയും അവർ പറഞ്ഞു, നീ തീയിലെറിഞ്ഞാലും ഞങ്ങൾ ആ ബിംബത്തെ ആരാധിക്കില്ല, ധൂപം അർപ്പിക്കില്ല എന്ന് പറഞ്ഞു. അവസാനം ദേഷ്യം കൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങളുടെ ദൈവം, നീ തീയിലെറിഞ്ഞാലും കൊള്ളാം, ഞങ്ങളുടെ ദൈവം ഈ തീയിൽ നിന്ന് പോലും ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണെന്ന് പറയുക. കണ്ടോ, അവരുടെ വിശ്വാസമാണ് അവർ ഏറ്റു പറയുന്നത്. നീ തീയിലെറിഞ്ഞാലും ഈ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ് ഞങ്ങളുടെ ദൈവം എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യത്തിലാണ് അവർ പറയുന്നത്. ഉടനെ അദ്ദേഹം പറഞ്ഞു, എന്നാ നീ കാണട്ടെ എന്ന് പറഞ്ഞ് തീയിലെറിയാൻ ഓർഡർ ഇടുകയാണ്. നിങ്ങളുടെ ദൈവത്തിന് തീയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധ്യമെന്ന് കാണട്ടെന്ന് പറഞ്ഞ് തീയിലെറിയാനുള്ള ഓർഡർ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. പക്ഷെ അവിടെ ആ യുവാക്കൾ പറഞ്ഞ രണ്ടാമത്തെ ഒരു വചനം കൂടെയുണ്ട്. നീ തീയിലെറിഞ്ഞിട്ട് ഞങ്ങളുടെ ദൈവം ഞങ്ങളെ തീയിൽ നിന്ന് രക്ഷിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ സ്വർണ്ണബിംബത്തെ ആരാധിക്കുകയോ ധൂപമർപ്പിക്കുകയോ ചെയ്യില്ല. ഇനി ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കില്ല എന്ന് പറയുക. അത്ഭുതം പ്രവർത്തിച്ച് ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കില്ല എന്ന് ഉറച്ച സ്വരത്തിൽ അവർ പറഞ്ഞു. നമുക്കറിയാം പിന്നീട് വന്ന സംഭവങ്ങൾ കണ്ടോ. അദ്ദേഹം രാജാവിന് ഇത് കേട്ടപ്പോൾ പരിഭ്രമമായി. കാരണം അവരത്ര ഉറച്ച സ്വരത്തിലാണ് പറഞ്ഞത്, ഞങ്ങളുടെ ദൈവത്തിന് ഈ തീയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാനും കഴിവുള്ളവനാണ്. ഇത് കേട്ടപ്പോൾ നമുക്ക് രാജാവിന് അസ്വസ്ഥതയുണ്ടായെന്നാണ് പറയുക. കാരണം സംശയം വന്നു. കാരണം ഇതെന്താ ഇത്രമാത്രം ഉറച്ച സ്വരത്തിൽ അവർ പറയുന്നത്. അവസാനം നമ്മൾ ചരിത്രം വായിക്കുന്നുണ്ട്, അഗ്നികുണ്ഡത്തിലേക്ക് അവരെ എറിയാൻ പോകുന്ന അനുഭവം. അവരെ കയറുകൊണ്ട് കെട്ടിയാണ് എറിയുന്നത്. ശക്തരായ പടയാളികളാണ് ഈ 3 യുവാക്കളെ കൊണ്ട് അഗ്നികുണ്ഡത്തിലേക്ക് എറിയാൻ പോകുന്നത്. എന്നിട്ട് രാജാവ് പറഞ്ഞു, സാധാരണ അഗ്നികുണ്ഡം പോരാ, 10 മടങ്ങ് ശക്തി പ്രാപിക്കാൻ പറഞ്ഞു. ചാണകവും ഗന്ധവും ഉപയോഗിച്ച് അത് ദഹിപ്പിക്കാൻ പറയുക, അത് അഗ്നികുണ്ഡം ഉജ്ജ്വലിപ്പിക്കാൻ പറയുക. അങ്ങനെ ആ അഗ്നികുണ്ഡത്തിലേക്ക് ഈ 3 യുവാക്കളും എറിയപ്പെടുന്നു. പക്ഷെ നമ്മൾ കാണുന്നു, അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ 3 യുവാക്കളും എറിയപ്പെടുന്ന സാഹചര്യത്തിൽ എറിയാൻ കൊണ്ടുപോയ പട്ടാളക്കാര് ആ അഗ്നിയുടെ ചൂടേറ്റ് ദഹിച്ചു പോയി. പക്ഷേ തീയിലെറിയപ്പെട്ട 3 യുവാക്കളും അഗ്നിയുടെ സ്പർശനമേക്കാതെ രക്ഷപ്പെട്ടുവെന്ന് നമുക്കറിയാം. ഇതാണ് നമ്മുടെ ദൈവം. ദൈവം തന്നെ ദൂതനെ അയച്ച് ആ 3 യുവാക്കളെയും അഗ്നിയുടെ മധ്യത്തില് അതിൻ്റെ സ്പർശനമേക്കാതെ സൂക്ഷിച്ചുവെന്നാണ് പറയുക. എയർ കണ്ടീഷൻ ചെയ്തതുപോലെ ആക്കിയെന്നാണ് വചനത്തിൽ പറയുന്നത്. ജലഗണങ്ങളുള്ള ആ ഇളം കാറ്റ് വീശുന്ന, ശീതളമായ കാറ്റ് വീശുന്ന സ്ഥലമായിട്ട് അഗ്നികുണ്ഡത്തിൻ്റെ അകത്തുണ്ടാക്കി. കണ്ടോ, അത്രമാത്രം കഴിവുള്ളവനാണ് ദൈവം, നമ്മുടെ ദൈവം, ദൈവത്തിൻ്റെ ശക്തി കണ്ടോ ഇവിടെയാണ്. പക്ഷെ അവര് ആ സഹനങ്ങളെല്ലാം ഏറ്റെടുക്കാൻ തയ്യാറായി. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കുവാൻ വേണ്ടി. ദൈവത്തിൻ്റെ സ്വന്തമായി. ഇതാണ് ഈ ഡീട്രിക് ബൊനോഫറും പറയുന്നത്. അപ്പൊ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടയ്ക്കപ്പെട്ട വിശ്വാസികളിൽ പലരും അദ്ദേഹത്തോട് ഷെയർ ചെയ്ത ഇതാണ്, യേശുവിൻ്റെ സ്വന്തമായിരിക്കുവാൻ വേണ്ടി, യേശുവിൻ്റെ ശിഷ്യനായിരിക്കുവാൻ വേണ്ടി, ശിഷ്യയായിരിക്കുവാൻ വേണ്ടി ഈ സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ ഞങ്ങൾ തയ്യാറായി. അവർക്ക് ഈശോയൊന്നും അല്ല എന്ന് പറഞ്ഞ് മറ്റത് ഏറ്റു പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതെല്ലാം ഉപേക്ഷിക്കാമായിരുന്നു. അപ്പൊ ഈ അനുഭവത്തിൽ നിന്നാണ് ഡീട്രിക് ബൊനോഫർ ഒരു സത്യം മനസ്സിലാക്കിയത്. യേശുവിൻ്റെ ശിഷ്യനായിരിക്കുന്നതിൻ്റെ വില എന്താണെന്ന് അവിടെ വെച്ച് അദ്ദേഹത്തിന് ബോധ്യമായി. ഡീട്രിക് ബൊനോഫർ പറയുകയാണ്, അവിടെ വെച്ചാണ് എനിക്ക് ഒരു ദൈവശാസ്ത്രജ്ഞനായ അദ്ദേഹത്തിന് ശിഷ്യത്വത്തിൻ്റെ, ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ വില മനസ്സിലായത് ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഈ വിശ്വാസികൾ പറഞ്ഞ അനുഭവ സാക്ഷ്യത്തിലൂടെയാണ്. അതുകൊണ്ട് അവിടെ വെച്ച് അദ്ദേഹത്തിന് മനസ്സിലായി ഒരു ക്രിസ്തു ശിഷ്യനായിരിക്കുന്നതിന് വില എന്താണെന്ന്. എന്നിട്ട് അദ്ദേഹം ആ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് ചോദിക്കുന്നുണ്ട്, ഇതാണ് ഒരു ശിഷ്യത്വത്തിൻ്റെ വിലയെങ്കിൽ, ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുവാൻ വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറായ ഈ വിശ്വാസികൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് അദ്ദേഹം പറഞ്ഞു, ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ വില ജീവനേക്കാൾ, നമ്മുടെ ജീവനേക്കാൾ വിലയുള്ളതാണെന്ന് എനിക്കവിടെ ബോധ്യപ്പെട്ടു. അനേക വിശ്വാസികൾ കൊല്ലപ്പെടുന്നത് ഞാൻ കണ്ടു. അവിടെ വെച്ച് എനിക്ക് മനസ്സിലായി, ജീവനേക്കാൾ വിലയുള്ളതാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം. രക്തസാക്ഷികളുടെ ജീവിതത്തിൽ മുഴുവനും നമ്മൾ ഇതാ കാണുക. അനേകായിരം രക്തസാക്ഷികൾ അന്നും ഇന്നും യേശുവിന് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്നവർ, വധിക്കപ്പെടുന്നവർ,
അവഗണിക്കപ്പെടുന്നവർ, അവമാനിതരാക്കപ്പെടുന്നവർ എല്ലാവരും അതെല്ലാം സഹിക്കുന്നത് എന്തിനു വേണ്ടിയാ? യേശുവിൻ്റെ സ്വന്തമായിരിക്കുവാൻ വേണ്ടി. എന്നിട്ട് ആ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ ഡീട്രിക് ബോണോഫർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയെങ്കിൽ നിന്റെ ശിഷ്യത്വത്തിൻ്റെ വില എന്താണ്? ഈ പുസ്തകം വായിക്കുന്നവരോട് ചോദിക്കുകയാണ്, നിന്റെ ശിഷ്യത്വത്തിൻ്റെ വില എന്താണ്? എന്നിട്ട് അദ്ദേഹം പറയുന്നു, യേശുവിൻ്റെ ശിഷ്യനായിരിക്കുവാൻ വേണ്ടി നീ എന്തെല്ലാം സഹിച്ചുവോ, അല്ലെ നീ എന്തെല്ലാം സഹിക്കേണ്ടി വരുന്നുവോ, നീ എന്തെല്ലാം ഉപേക്ഷിച്ചുവോ, നീ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുവോ, അവയെല്ലാം ചേരുന്നതാണ് ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ വില. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന നമ്മൾ ഒന്ന് ചിന്തിക്കുക, നിന്റെ ശിഷ്യത്വത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചിന്തിക്കുക, ചോദിക്കുക, എൻ്റെ ശിഷ്യത്വത്തിൻ്റെ വില എന്താണ്? ഇപ്പൊ കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, ഈ വചനങ്ങളിലൂടെ ചോദിക്കുകയാണ്, നിന്റെ ശിഷ്യത്വത്തിൻ്റെ വില എന്താണ്? ഉത്തരമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, യേശുവിൻ്റെ ശിഷ്യനായിരിക്കുവാൻ വേണ്ടി ഞാൻ എന്തെല്ലാം സഹിച്ചിട്ടുണ്ടോ, ഞാൻ എന്തെല്ലാം ത്യജിക്കേണ്ടി വന്നിട്ടുണ്ടോ, ഞാൻ എന്തെല്ലാം നന്മകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ, ഞാൻ എന്തെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടോ, ഇതെല്ലാം ചേരുന്നതാണ് നമ്മുടെ ശിഷ്യത്വത്തിൻ്റെ വില. കർത്താവ് പറഞ്ഞില്ലേ, സ്വർഗരാജ്യം സ്വന്തമാക്കുന്ന വ്യക്തി നിധി സ്വന്തമാക്കുന്നവനെ പോലെയാണ്. അതിനു വേണ്ടി പലതും ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാണ്. ഒരു ക്രിസ്ത്യാനിക്ക് എല്ലാം സാധ്യമല്ല. നമുക്ക് പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. യേശുവിൻ്റെ ശിഷ്യനായിരിക്കണമെങ്കിൽ പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കേണ്ടി വരും, ഉപേക്ഷിക്കേണ്ടി വരും. ഉപേക്ഷയുടെ ഒരു തലമുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും അനുവദനീയമല്ല. ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് അനുവദനീയമായിരിക്കാം, പക്ഷേ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ നമുക്ക് അനുവദനീയമല്ല. അപ്പം നമ്മൾ ചിന്തിക്കുക. രണ്ടാമത്തെ ഉപമയിലൂടെയും ഈശോ വീണ്ടും പറയുന്നു, 13-ാം അധ്യായം 45-ാമത്തെ വാക്യം, വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ നേടുന്ന വ്യാപാരിക്ക് തുല്യമാണ്. വീണ്ടും ഒരു ഉദാഹരണം ഈശോ പറയുക, നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യമാണ്. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ രത്നം സ്വന്തമാക്കുന്നു. ഇതും അതേ അനുഭവമായി ഈശോ പറയുക. ഇപ്പൊ യേശുവാകുന്ന നിധി കണ്ടെത്തുന്ന മനുഷ്യൻ അത് സ്വന്തമാക്കാൻ വേണ്ടി എന്തും വിൽക്കാൻ തയ്യാറാകും, എന്തും ഉപേക്ഷിക്കാൻ തയ്യാറാകും, അത് സ്വന്തമാക്കാൻ വേണ്ടി. ഇതാണ് പൗലോസ് പറയുക, എനിക്ക് ലാഭമായിരുന്നവയെല്ലാം നഷ്ടമായി ഞാൻ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറായി. തൻ്റെ സ്ഥാനമാനങ്ങളും വംശീയമായ സ്വാധീനങ്ങളും അവകാശങ്ങളും കുടുംബപരമായ അവകാശങ്ങളും സ്ഥാനമാനങ്ങളും അറിവിൻ്റെ തലങ്ങളും എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണ്. എന്തിനാ? യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ വേണ്ടി. അങ്ങനെ യേശുവിനെ സ്വന്തമാക്കി നമ്മൾ വളരണം. യേശുവിനെ സ്വന്തമാക്കി വളരും തോറും നമ്മൾ ക്രിസ്തു ശിഷ്യരായിട്ട് തീരും. ഇനി ഇവിടെ നമ്മൾ 1-2 കാര്യങ്ങൾ കൂടി അറിയണം. എങ്ങനെയാണ് നമ്മൾ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുക? നമ്മുടെ ജീവിതത്തിൽ ഇതൊരു പ്രയാണമാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം പടിപടിയായിട്ട് നമ്മൾ അതിലേക്ക് വളരുന്നു, പൂർണ്ണതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ യേശു ക്രിസ്തുവിനെ നമുക്ക് എങ്ങനെയാണ് സ്വന്തമാക്കുവാൻ സാധിക്കുക? 3 തലത്തിൽ നമുക്ക് യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം, യേശുവിൻ്റെ കാഴ്ചപ്പാടുകൾ നമ്മൾ സ്വന്തമാക്കണം. യേശുവിൻ്റെ കാഴ്ചപ്പാടുകൾ സ്വന്തമാക്കണം. യേശുവിൻ്റെ കാഴ്ചപ്പാടുകൾ സ്വന്തമാക്കുന്നതിലൂടെ നമ്മുടെ കാഴ്ചപ്പാടുകൾ ആരുടേതായിട്ട് മാറും? ആരുടേതായിട്ട് മാറും? യേശുവിൻ്റെതായിട്ട് മാറും. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ കാഴ്ചപ്പാട്. അതാണ് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ കാഴ്ചപ്പാട്. അതാണ് യേശുവിൻ്റെ കാഴ്ചപ്പാടുകളിലേക്ക് നമ്മൾ ഉയരുന്നു. വെറും മാനുഷികമായ കാഴ്ചപ്പാടുകളല്ല, ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളല്ല, മറിച്ച് യേശുവിൻ്റെ കാഴ്ചപ്പാടുകൾ. യേശുവിൻ്റെ കണ്ണുകളിലൂടെ ലോകത്തെ നമ്മൾ കാണാൻ തുടങ്ങുന്നു. എവിടെ നിന്നാണ് നമുക്ക് യേശുവിൻ്റെ കാഴ്ചപ്പാടുകൾ ലഭിക്കുക? യേശുവിൻ്റെ കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കുന്നത് കർത്താവിൻ്റെ വചനങ്ങളിലൂടെ, യേശുവിൻ്റെ വചനങ്ങളിലൂടെയാണ്, യേശുവിൻ്റെ പ്രബോധനങ്ങളിലൂടെയാണ് യേശുവിൻ്റെ കാഴ്ചപ്പാടുകൾ നമ്മൾ സ്വന്തമാക്കുന്നത്. അതുകൊണ്ട് ഇതാണ് സത്യം. ഈശോ പഠിപ്പിച്ച വചനങ്ങളിലൂടെ ഈശോ നമുക്ക് തൻ്റെ കാഴ്ചപ്പാടുകൾ പങ്കുവെച്ച് തരിക, പഠിപ്പിച്ചു തരിക. നമ്മുടെ കാഴ്ചകൾ
വിശാലമാക്കുന്ന ഒരർത്ഥത്തിൽ യേശുവിൻ്റെ കാഴ്ചപ്പാടുകൾ സ്വന്തമാക്കുന്നതിലൂടെ നമ്മുടെ കാഴ്ചപ്പാടുകൾ വലുതാകും. സ്വാർത്ഥതയുടെ കാഴ്ചപ്പാടുകളെല്ലാം മാറി വിശാലമായ കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാകും. എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വിശാലതയുടെ കാഴ്ചപ്പാടാണത്. സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ എല്ലാം കാഴ്ചപ്പാടാണത്. ഈശോ നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ച തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഈശോ ചെലവഴിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? രോഗികളെ സുഖപ്പെടുത്താൻ വേണ്ടിയാണോ? എന്തിനു വേണ്ടിയാ? പഠിപ്പിക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥിച്ചു ഈശോ വ്യക്തിപരമായി. പക്ഷെ തൻ്റെ പരസ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഈശോ ചെലവഴിച്ചിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കാനും ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ പഠിപ്പിക്കുകയാണ് ചെയ്തത്. സിനഗോഗുകളിലും തെരുവീഥികളിലും ജനങ്ങൾ ഒന്നിച്ചുകൂടി എല്ലായിടത്തും ഈശോ പഠിപ്പിക്കുക. കണ്ടോ, ഇതാണ് ഈശോ ചെയ്തത്. എന്തിനാ? ആ പ്രബോധനത്തിലൂടെ തൻ്റെ കാഴ്ചപ്പാടുകൾ, ആ ദൈവികമായ ജ്ഞാനം, ദൈവികമായ രഹസ്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്ക് പകർന്നു തരുന്ന കർത്താവിനെയാണ് നമുക്ക് വിശുദ്ധ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. യേശുവിൻ്റെ വചനങ്ങൾ വായിക്കും തോറും നമ്മുടെ കാഴ്ചപ്പാടുകൾ യേശുവിൻ്റേതായിട്ട് മാറും. ആ വചനങ്ങളുടെ അർത്ഥം ഗ്രഹിക്കും തോറും നമ്മുടെ കാഴ്ചപ്പാടുകൾ യേശുവിൻ്റെ കാഴ്ചപ്പാടുകളായിട്ട് ഉയരും. കണ്ടോ, ഇതാണ് സത്യം. അപ്പം ഈ ഒരു അവബോധത്തിലേക്ക്, ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ പടിപടിയായിട്ട് വളരണം. യേശുവിൻ്റെ കാഴ്ചപ്പാട് ചില ദർശനങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്തെ ദർശനം സ്വർഗത്തെക്കുറിച്ചുള്ള ദർശനമാണ്, കാഴ്ചപ്പാടാണ്. സ്വർഗീയ ജീവിതത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്നു, സ്വർഗത്തെക്കുറിച്ചുള്ള ദർശനം. അതോടൊപ്പം തന്നെ നമ്മളെക്കുറിച്ച് തന്നെ, മനുഷ്യനെക്കുറിച്ചുള്ള ദർശനമുണ്ട്. ഞാൻ ആരാണെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ലോകം പറയുന്നത് പോലെയല്ല ഈശോ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ആരാണ്, ഒരു മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഈശോ പറഞ്ഞു, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്കെന്ത് പ്രയോജനം? മനുഷ്യജീവൻ ജന്മമെടുക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു നിധി ജന്മമെടുക്കുകയാണ്. കാരണം ഒരു മനുഷ്യജീവന്റെ വില ഈശോ പറഞ്ഞിരിക്കുന്നത് ഈ വചനത്തിലൂടെയാണ്. മനുഷ്യ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്കെന്ത് പ്രയോജനം? ഒരു ആത്മാവിൻ്റെ വില മനുഷ്യത്വത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. മനുഷ്യനെക്കുറിച്ച് ഈശോ നൽകുന്ന കാഴ്ചപ്പാടാണ്. എന്നാൽ ഈ കാഴ്ചപ്പാടില്ലാത്ത മനുഷ്യര് മനുഷ്യജീവന് വില കൊടുക്കില്ല. കണ്ടോ, നമ്മൾ ഇന്നിപ്പോൾ പ്രോ ലൈഫ് മൂവ്മെന്റിലൊക്കെ ജീവനെക്കുറിച്ചുള്ള വില പഠിപ്പിക്കുകയാണ്. കാരണം ജീവന് വിലയില്ലാത്തൊരു സംസ്കാരം, ജീവന് വിലയില്ലാത്തൊരു സംസ്കാരം കടന്നു വരികയാണ്. അതുകൊണ്ടാണ് ഒത്തിരിയേറെ ഈ അബോർഷനൊക്കെ പെരുകുന്നതിൻ്റെ കാരണം അതാണ്. കാരണം ജീവന്റെ വിലയെക്കുറിച്ച് ബോധ്യമില്ല. യേശുവിൻ്റെ കാഴ്ചപ്പാടിലേക്ക് വിശ്വാസികൾ പോലും കടന്നു വന്നിട്ടില്ല പലപ്പോഴും. പിന്നീട് ധ്യാനങ്ങളൊക്കെ സംബന്ധിച്ച്, ഈ തെറ്റുകളൊക്കെ വന്നവർ പോലും ധ്യാനങ്ങളൊക്കെ സംബന്ധിച്ച് കഴിയുമ്പോൾ അന്ന് അനുതപിക്കാറുണ്ട്, കർത്താവേ, ഇത് ഞങ്ങൾക്ക് അറിവില്ലായിരുന്നു. കാരണം ഈ അറിവ് അവർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ യേശുവിൻ്റെ പ്രബോധനങ്ങളിലൂടെ മനുഷ്യനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കർത്താവ് നൽകുന്നു. മനുഷ്യൻ ജീവനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കർത്താവ് നൽകുന്നു. അതോടൊപ്പം തന്നെ സ്വർഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, സ്വർഗത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് ഈശോ നൽകുന്ന കാഴ്ചപ്പാട്, സ്വർഗരാജ്യത്തെക്കുറിച്ച്, സ്വർഗീയ ജീവിതത്തെക്കുറിച്ച് ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ഇപ്പം നമ്മൾ വായിച്ചു കേട്ട ആ രണ്ട് ഉപമകളിലും ഈശോ പറയുന്നത് ഇതാണ്: ഒരു നിധിയാണത്, ഒരു അമൂല്യമായ രത്നമാണത്. എത്ര വില കൊടുത്താലും അത് നഷ്ടമാവില്ല. കാരണം അത്രമാത്രം അമൂല്യമാണ് ആ രത്നവും ആ നിധിയും. ആർക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം അത്രമാത്രം വിലയുള്ളതാണ് യേശുവിൻ്റെ കാഴ്ചപ്പാട്. സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, മനുഷ്യനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. വീണ്ടും ഈശോ സഹോദരങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഞാൻ ആരാണെന്ന് പഠിപ്പിച്ച കർത്താവ് തന്നെ പറഞ്ഞു, മനുഷ്യരെല്ലാം സഹോദരന്മാരാണ്. കണ്ടോ കാഴ്ചപ്പാടുകൾ, എല്ലാവരെയും സഹോദരന്മാരായിട്ട് കാണുന്ന സാഹോദര്യത്തിൻ്റെ, വിശ്വസാഹോദര്യത്തിൻ്റെ ദർശനം കർത്താവ് നൽകും. കണ്ടോ, ക്രിസ്തീയ ദർശനം എന്ന് പറയുന്നത് എത്രയോ വലുതാണ്. പലപ്പോഴും നമ്മൾ അതിൻ്റെ ആഴം അറിഞ്ഞിട്ടില്ല. വീണ്ടും ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കർത്താവ് നമ്മളെ പഠിപ്പിച്ച്, ദൈവം നമ്മുടെ പിതാവാണെന്ന് പഠിപ്പിക്കുന്നു. കണ്ട് ദൈവത്തെ പിതാവാണെന്ന തിരിച്ചറിവിലേക്ക്, ആ കാഴ്ചപ്പാടിലേക്ക് കർത്താവ് നമ്മളെ നയിക്കുന്നു. അവബോധത്തിലേക്ക് ഈശോ നമ്മെ നയിക്കുകയാണ്.
ഈ ലോകം എന്താണെന്ന്, അത് എന്തിനു വേണ്ടിയാണെന്നൊക്കെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. ഇതെല്ലാം വചനത്തിലൂടെ, യേശുവിൻ്റെ പ്രബോധനത്തിലൂടെ നമ്മൾ കണ്ടെത്തുന്ന 5 ദർശനങ്ങളായിട്ട് പ്രബോധനത്തിൽ സഭയുടെ ഔദ്യോഗിക രേഖകളിൽ പഠിപ്പിക്കുന്നു. സ്വർഗത്തെക്കുറിച്ചുള്ള ദർശനം, ദൈവത്തെക്കുറിച്ചുള്ള ദർശനം, മനുഷ്യനെക്കുറിച്ചുള്ള ദർശനം, സഹോദരങ്ങളെക്കുറിച്ചുള്ള ദർശനം, ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. 5 കാഴ്ചപ്പാടുകളാണ്. സ്വർഗത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച്, സഹോദരങ്ങളെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച്. കണ്ടോ, യേശുവിൻ്റെ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വളരണം. നമ്മൾ ക്രിസ്തു ശിഷ്യരായിട്ട് പൂർണ്ണതയിലേക്ക് നമ്മൾ വളരും. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് നമ്മൾ വളരണമെങ്കിൽ, യേശുവിനെ സ്വന്തമാക്കി നമ്മൾ വളരണമെങ്കിൽ, ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? യേശുവിൻ്റെ കാഴ്ചപ്പാടുകൾ നമ്മൾ സ്വന്തമാക്കണം. രണ്ടാമത്തെ കാര്യം ഈശോ പറയുകയാണ്, യേശുവിൻ്റെ മനോഭാവങ്ങൾ നമ്മൾ സ്വന്തമാക്കണം. ഇതാണ് രണ്ടാമത്തത്. വെറും കാഴ്ചപ്പാടുകൾ സ്വന്തമാക്കിയാൽ മാത്രം പോരാ, യേശുവിൻ്റെ മനോഭാവങ്ങൾ സ്വന്തമാക്കുവാൻ കഴിയണം. യേശുവിൻ്റെ മനോഭാവം, പിതാവായ ദൈവത്തോടുണ്ടായിരുന്ന മനോഭാവം, സഹോദരങ്ങളോടുണ്ടായിരുന്ന മനോഭാവം, സജാതീയരോടും വിജാതീയരോടും ഉണ്ടായിരുന്ന മനോഭാവം, രോഗികളോടുണ്ടായിരുന്ന മനോഭാവം, മാതാപിതാക്കളോടുണ്ടായിരുന്ന മനോഭാവം, കഷ്ടത അനുഭവിക്കുന്നവരോടുണ്ടായിരുന്ന മനോഭാവം, വേദനിക്കുന്നവരോട് ഈശോ കാണിച്ച മനോഭാവം. കണ്ടോ, ഓരോ സാഹചര്യത്തിലും യേശുവിനൊരു പ്രത്യേക മനോഭാവം ഉണ്ടായിരുന്നു. അനുകമ്പയുള്ള ഹൃദയം, ഞാൻ ഹൃദയശാന്തതയും എളിമയുമുള്ളവനാണ്, എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കാൻ ഈശോ പറഞ്ഞു. യേശുവിൻ്റെ മനോഭാവം നമ്മൾ സ്വന്തമാക്കണം. ഹൃദയത്തിൻ്റെ ഭാവങ്ങൾ നമ്മൾ സ്വന്തമാക്കണം. ഒരു ക്രിസ്തു ശിഷ്യന് യേശുവിൻ്റെ മനോഭാവങ്ങൾ ഉണ്ടായിരിക്കണം. അല്ലാതെ മാമോദീസ സ്വീകരിച്ചു, അല്ലെങ്കിൽ നമ്മൾ കൊന്തയിട്ട് നടന്നു, ഉത്തരീയമിട്ട് നടന്നു, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, ഇതെല്ലാം ശരിയാണ്. പക്ഷെ അതെല്ലാം നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ്. എന്തിനാ? യേശുവിൻ്റെ മനോഭാവത്തിലേക്ക് നമ്മൾ വളരാൻ വേണ്ടി. ആ മനോഭാവത്തിലേക്ക് വളരും തോറുമാണ് യേശുവിൻ്റെ ചൈതന്യം, യേശുവിൻ്റെ അരൂപി നമ്മളിൽ നിറയുന്നത്. അപ്പം അങ്ങനെ ഈശോ നമ്മിൽ വളർന്നുകൊണ്ടിരിക്കും. കണ്ടോ, ആ യേശുവിൻ്റെ ചൈതന്യത്തിൽ, മനോഭാവത്തിൽ, ആ യേശുവിൻ്റെ മനോഭാവം സ്വന്തമാക്കി നമ്മൾ വളരും തോറും നമ്മൾ ക്രിസ്തു ശിഷ്യരായിത്തീരും. നമ്മുടെ കാഴ്ചപ്പാടിലും മനോഭാവത്തിലും ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വിശ്വാസ പരിശീലനത്തിലൊക്കെ ഈ കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം കുട്ടികൾ ചെറുപ്പം പ്രായം മുതൽ, കുഞ്ഞു പ്രായം മുതൽ യേശുവിൻ്റെ ആ കാഴ്ചപ്പാടുകൾ സ്വന്തമാക്കി വളരാൻ അവർക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ യേശുവിൻ്റെ മനോഭാവങ്ങൾ സ്വന്തമാക്കി വളരാൻ സാധിക്കണം അവർക്ക്. അതിനുള്ള പരിശീലനമാണ് ഈ സൺഡേ ക്ലാസ്സുകളിലൂടെയും മാതാപിതാക്കൾ നൽകുന്ന വേദപാഠത്തിലൂടെയും വേദോപദേശത്തിലൂടെയൊക്കെ ലക്ഷ്യം വയ്ക്കുന്നത് ഈ കാര്യമാണ്. യേശുവിൻ്റെ കാഴ്ചപ്പാടുകളും മനോഭാവങ്ങളും സ്വന്തമാക്കി വളരാൻ സാധിക്കണം. മൂന്നാമത്തത്, യേശുവിൻ്റെ പെരുമാറ്റ ശൈലികൾ, ജീവിത ശൈലികൾ സ്വന്തമാക്കി വളരാൻ നമുക്ക് സാധിക്കണം. യേശുവിൻ്റെ പെരുമാറ്റ ശൈലികൾ, ഈശോ എങ്ങനെ ഇടപെട്ടു ഓരോ സാഹചര്യത്തിലും, അല്ല യേശുവിൻ്റെ സ്വഭാവം എന്തായിരുന്നു? ശാന്തനായിരുന്ന കർത്താവ്, എളിമയുള്ളവനായിരുന്ന കർത്താവ്, സ്നേഹനിധിയായ കർത്താവ്, അനുകമ്പയുള്ള കർത്താവ്. കണ്ടു, ഇതെല്ലാം യേശുവിൻ്റെ ശൈലിയാണ്, ജീവിത ശൈലിയാണ്. ക്രിസ്തു ശിഷ്യൻ്റെ ജീവിത ശൈലി യേശുവിൻ്റെ ജീവിത ശൈലിയായിട്ട് മാറണം. അതാണ് നമ്മൾ വചനത്തെ കാണുന്നത്. പൗലോസ് പറയും, ഇത് ഞാൻ നേടിയെന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് നേടാനുള്ള ആഗ്രഹത്തോടുകൂടി ഞാൻ പ്രയത്നിക്കുകയാണ്. ഒരു പ്രയത്നം ആവശ്യമാണ് നമ്മുടെ ഭാഗത്തുനിന്ന്. നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം. എന്താ? കാഴ്ചപ്പാടുകൾ സ്വന്തമാക്കാനും മനോഭാവങ്ങൾ സ്വന്തമാക്കുവാനും യേശുവിൻ്റെ ജീവിത ശൈലി സ്വന്തമാക്കുവാനും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ യേശുവിനെ സ്വന്തമാക്കുവാൻ നമുക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പരിശീലനമാണ് നമ്മൾ യേശുവിനെ സ്വന്തമാക്കുന്ന ഒരു പ്രക്രിയയായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ കാണണം. നമ്മൾ വചനം വായിക്കുമ്പോൾ ഈ ഒരു ഉൾക്കാഴ്ചയോടുകൂടി വായിക്കാൻ, പ്രത്യേകിച്ച് യേശുവിൻ്റെ വചനങ്ങൾ വായിക്കുമ്പോൾ ഈ ഒരു ഉൾക്കാഴ്ചയോടുകൂടി കർത്താവ് എന്ത് നമ്മെ പഠിപ്പിക്കുന്നു, അല്ല ഈശോ തൻ്റെ വചനത്തിലൂടെ എന്ത് സന്ദേശം, എന്ത് കാഴ്ചപ്പാടാണ് നമുക്ക് നൽകുന്നത്, അത് സ്വന്തമാക്കാൻ, സ്വാംശീകരിക്കാൻ സാധിക്കണം. സ്വാംശീകരണം എന്ന് പറയും പേഴ്സണലൈസേഷൻ. അപ്പം യേശുവിനെ സ്വന്തമാക്കുന്നതിലൂടെ, പേഴ്സണലൈസ് ചെയ്യുന്നതിലൂടെ ഞാൻ യേശുവിൻ്റെ ശിഷ്യനായിട്ട് വളരുന്നു യഥാർത്ഥത്തിൽ.
അപ്പം ഈ സ്വന്തമാക്കുന്ന പ്രക്രിയയെ നമ്മുടെ ജീവിതത്തിൽ ഒരു തുടർ പ്രക്രിയയായിട്ട് കാണുവാൻ സാധിച്ചാൽ യേശുവിൻ്റെ സ്വന്തമായി ഒത്തിരിയേറെ വളരുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ നമുക്കും പറയുവാൻ സാധിക്കും, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. എവിടെയും എല്ലാ സാഹചര്യത്തിലും ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ ആഴപ്പെടണം. നമ്മൾ ഏറ്റുപറയുവാൻ സാധിക്കണം, നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ സ്വന്തമാണ്. ഐ ബിലോങ് ടു ജീസസ് എന്ന് ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കണം. ആ ഒരു ബോധ്യത്തിൽ ആഴപ്പെടും തോറും നമ്മൾ എവിടെ പോയാലും, ഏത് പ്രായത്തിലാണെങ്കിലും, ഏത് ജീവിതാവസ്ഥയിലാണെങ്കിലും, എനിക്ക് ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ that I belong to Jesus. By baptism I belong to Jesus. By my faith I belong to Jesus എന്ന് ഏറ്റു പറയാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായിട്ട് തീരും. ഈ ഒരു അവബോധത്തിലേക്ക് നമ്മൾ വളരണം. രക്ഷകനായി കടന്നു വന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ പല ബന്ധനങ്ങളും നീക്കി, ദുഃഖങ്ങൾ നീക്കി, രോഗങ്ങൾ നീക്കി, പീഡകൾ നീക്കി നമ്മൾ യേശുവിൻ്റെ സ്വന്തമാക്കിയിരിക്കുന്നു. യേശുവിൻ്റെ സ്വന്തമായി തീർന്നവരും സ്വന്തമായി തീർന്നുകൊണ്ടിരിക്കുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും. ഈ അവസരത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ചിന്തിക്കുക, യേശുവിനെ സ്വന്തമാക്കുവാൻ വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, ഞാൻ എന്തെല്ലാം ചെയ്യുന്നുണ്ട്. യേശുവിനെ സ്വന്തമാക്കുവാൻ വേണ്ടി ഞാൻ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, ഞാൻ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട്. യേശുവിനെ സ്വന്തമാക്കുവാൻ വേണ്ടി ഞാൻ എന്തെല്ലാം ഉപേക്ഷിച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും എന്തെല്ലാം ഉപേക്ഷിക്കുന്നുണ്ട്. യേശുവിൻ്റെ സ്വന്തമായിരിക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ പരിശ്രമങ്ങളെയും കുറിച്ച് ബോധ്യപ്പെട്ട്, കർത്താവെ അങ്ങയുടെ സ്വന്തമാക്കി എന്നെ മാറ്റണമേ എന്ന് യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കും നമ്മളെല്ലാവരും. കണ്ണുകളടച്ച് അവിടെ ദിവ്യ സാന്നിധ്യത്തിലേക്ക് കടന്നു വരിക. കർത്താവായ യേശുവേ, അങ്ങയെ സ്വന്തമാക്കിയ പൗലോസ്, വിശുദ്ധ പൗലോസ് ഏറ്റുപറഞ്ഞുവല്ലോ, യേശുവിനെ സ്വന്തമാക്കുവാൻ വേണ്ടി എനിക്ക് സ്വന്തമായിരുന്ന പലതും ഉപേക്ഷിക്കുവാൻ ഞാൻ തയ്യാറായി. യേശുവിനെ സ്വന്തമാക്കുവാൻ വേണ്ടി എനിക്ക് പലതും ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷെ ആ ഉപേക്ഷിക്കേണ്ടി വന്നതിനെ ഓർത്ത് ഞാൻ ഒരിക്കലും ദുഃഖിക്കുന്നില്ല. അമൂല്യനിധിയായ അങ്ങയെ സ്വന്തമാക്കുവാൻ എനിക്ക് സാധിച്ചുവെന്ന് വിശുദ്ധ പൗലോസ് ഏറ്റു പറഞ്ഞു. ആ പൗലോസ് വീണ്ടും പറഞ്ഞു, യേശുവിനെ സ്വന്തമാക്കുവാൻ വേണ്ടി ഞാൻ നഷ്ടപ്പെട്ടതിനെ ഓർത്ത്, ഞാൻ ഉപേക്ഷിച്ചതിനെ ഓർത്ത് ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല. അവയെല്ലാം ഞാൻ നഷ്ടമായി കണക്കാക്കുന്നു, ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കുന്നു. അതുപോലെ നമുക്കും പറയാം, ഈശോയെ അങ്ങയുടെ സ്വന്തമായിരിക്കുവാൻ വേണ്ടി, അങ്ങയെ സ്വന്തമാക്കുവാൻ വേണ്ടി എന്തെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നാലും അവയെല്ലാം ഉപേക്ഷിക്കുവാൻ ഞാൻ തയ്യാറാകുന്നു. കർത്താവെ, അതിനു വേണ്ട ശക്തി ഇപ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിനോട് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരുമയോടുകൂടി പാവനാത്മാവേ ജീവദായകനെ ഇറങ്ങി നീ വാ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പാവനാത്മാവേ എൻ ജീവദായകനേ ഇറങ്ങി നീ വാ, നിറഞ്ഞു നീ വാ എൻ്റെ ഹൃദയത്തിൽ. പാവനാത്മാവേ
എൻ്റെ ഹൃദയത്തിൽ. Oh Jesus, we thank and praise you, Jesus. നിന്നുടെ വരദാനങ്ങൾ എന്നിൽ ചൊരിയണമേ. നിന്നുടെ വരദാനങ്ങൾ എന്നിൽ ചൊരിയണമേ. ലോകശക്തിയെ ജയിച്ചിടുവാനായി വിൺമഴ പൊഴിക്കണമേ. ലോകശക്തിയെ ജയിച്ചിടുവാനായി വിൺമഴ പൊഴിക്കണമേ. പാവനാത്മാവേ എൻ ജീവനായകനേ, ഇറങ്ങി നീ വാ, നിറഞ്ഞു നീ വാ എൻ്റെ ഹൃദയത്തിൽ. ഇറങ്ങി നീ വാ, നിറഞ്ഞു നീ വാ എൻ്റെ ഹൃദയത്തിൽ. ഹല്ലേലൂയ, 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 Hallelujah, 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 hallelujah. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സ്വന്തമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ പരിശുദ്ധമായ നാമത്തെ ഞങ്ങളിതാ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയുടെ സ്വന്തമായി തീരുവാനുള്ള ആഗ്രഹത്തോടുകൂടി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയെ സ്വന്തമാക്കി ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ശക്തികളും ഞങ്ങളെ മോചിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയിൽ എല്ലാ തിന്മയുടെ ശക്തികളും വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ. അങ്ങയുടെ സ്വന്തമാകുന്ന തടസ്സപ്പെടുത്തുന്ന ശക്തികൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അഭിഷേകം ചെയ്യണമേ കർത്താവേ. ആത്മശക്തി നൽകണമേ, ബലം നൽകണമേ കർത്താവേ. നിന്റെ കൃപയും അഭിഷേകവും ഈ മക്കളെ നിറയട്ടെ കർത്താവേ. നിന്റെ സ്വന്തമായ മക്കളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ശക്തികളും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Jesus name you be delivered with the power of the Holy Spirit. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah. Hallelujah, hallelujah. യേശുവേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സ്വന്തമാക്കണമേ. നിന്റെ ശക്തിയാൽ ഞങ്ങളെ സ്വന്തമാക്കണമേ. അങ്ങയുടെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും അങ്ങ് സ്വന്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ.
എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന് മോചിച്ച് അവരെ സ്വന്തമാക്കണമേ. തിന്മ അവരെ ബന്ധിക്കാതിരിക്കട്ടെ കർത്താവേ. അങ്ങയുടെ ശക്തി ഇവരിൽ പ്രവർത്തിക്കട്ടെ കർത്താവായ ദൈവമേ. നിന്റെ ശക്തി ഇവരറിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you Jesus. Thank you Jesus. Thank you Jesus. കർത്താവേ, അങ്ങയുടെ സ്വന്തമായി ഇവരെ ഞാൻ പ്രഖ്യാപിക്കുന്നു. അങ്ങയുടെ സ്വന്തമായി ഇവരെ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈ രാത്രിയിൽ ഇവർ അങ്ങയുടെ സ്വന്തമായി തീരട്ടെ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകളും കൊണ്ട് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വഴി ഈ കൃപകളൊക്കെയും ഇവർക്ക് ലഭിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.